എന്താണെന്താ പണിക്കാരൊക്കെ ആയിട്ട്? ഓ, പറമ്പ് കിളപ്പിക്കാൻ വന്നതായിരിക്കും. ഇത് കഴിഞ്ഞ മാസം കിളപ്പിച്ചല്ലേ ഉള്ളൂ. ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടെ കിളപ്പിച്ചോ. അമ്മാവന്റെ വ്യവസ്ഥ അനന്തരവൻ കളിച്ചത് കൊണ്ട് ഒരു കുറവും വരാൻ പോണില്ല. അമ്മാവന്റെ കരണക്കുറ്റിക്കിട്ട് അനന്തരവൻ കളിച്ചാലുണ്ടല്ലോ, അത് അമ്മാവന് വളരെ മോശമായിരിക്കും. ഓഹോ, അപ്പൊ നീ പണിക്കാരെ കൂട്ടി എന്നെ തല്ലിക്കാറിയിരിക്കല്ലടാ പട്ടി. സ്വയം പുകഴ്ത്താതെ അമ്മാവ. നിങ്ങളെ തല്ലാൻ എനിക്ക് 10 ആളെ കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ കൈ മതി, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഇറങ്ങി പോടാ തെണ്ടി. കയ്യാൻ കളിക്കല്ലേ ഞാൻ വന്നത്. ബലം പിടിച്ച് എനിക്കും തിരിച്ചു പിടിക്കേണ്ടി വരും. കൈയെടുക്ക്. എടുക്കാൻ. എടാ അനന്ത, പോക്കൃത്തരം കാണിക്കരുത്. എല്ലാം കൂടെ എങ്ങോട്ടാണ് കെട്ടിയെടുത്ത് പോകുന്നേ? നിക്കണേ അവിടെ. നിന്റെ തറവാട് സ്വത്തെല്ലാം കൊണ്ട് വലിഞ്ഞു കയറാൻ നിന്റെ കൈ ഞാൻ പറ്റും. നിർത്താൻ. എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഇതൊക്കെ, അറിയാലോ. അതിന്റെയൊക്കെ കണക്കെടുക്കാനോ കണക്ക് തീർക്കാനോ ഒന്നുമല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. സർക്കാരിൽ നിന്ന് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച കുറെ സാധനങ്ങൾ നിങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങോട്ട് കൊണ്ടിട്ടില്ലേ, അത് തിരിച്ചു കൊണ്ടുപോകാനാ. കയറി എടുക്കണൊക്കെ. എടാ പോക്കൃത്തരം കാണിക്കരുത്, നിന്റെ കാല് ഞാൻ പറ്റും. നിക്കണേ അവിടെ. പോക്കൃത്തരം കാണിക്കുന്നു. ചുമ്മാ പെണ്ണിനെ പറഞ്ഞു വെക്കാൻ. തറവാട്ട് വിളക്കണം. വെക്കവിടെ അതെങ്കിലും അവിടെ വെക്കാ. അയ്യോ എന്റെ ദൈവമേ. എന്താ കുഞ്ഞേ? ഒന്നുമില്ല. നിന്നെയും ഇതേപോലെ ഇറക്കിക്കൊണ്ടുപോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ശക്തി ഇല്ലാഞ്ഞിട്ടുമല്ല. വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പണം കൊണ്ട് അളക്കുന്ന ഈ മനുഷ്യന് അതിന് ഞാനൊരു വലിയ വില കൊടുക്കേണ്ടി വരും. വെറുപ്പായിരുന്നു നിങ്ങളോട് എനിക്ക്. ഓർമ്മ വെച്ച നാള് മുതൽ കണ്ടും കേട്ടും മനസ്സിൽ കയറി കൂടിയ വെറുപ്പ്. ചതിയിലൂടെ എനിക്കും എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം നിങ്ങൾ തട്ടിയെടുത്തപ്പോഴും, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും കുറ്റബോധത്തോടെ ഞാൻ അനുസരിച്ചപ്പോഴും ആശ്വസിച്ചത് ഇവൾ ഓർത്ത് മാത്രമായിരുന്നു. അതിലും നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? അനന്തന്റെ ഒരു മുഖം മാത്രമേ അമ്മാവൻ കണ്ടിട്ടുള്ളൂ. അനന്തരവന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്ന് നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ചതിച്ച് നേടിയതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. ആ നേട്ടങ്ങൾക്ക് മുന്നിലും നീ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വാർമ്മയൊന്ന് അടങ്ങ്. ഇനി എന്തടങ്ങാനുള്ളൂ? പണ്ടാറടങ്ങാനേ ബാക്കിയുള്ളൂ. അവന്മാരുടെയും ആ പരട്ട കിളവന്റെയും മുന്നിലാണ് നാണം കെട്ട് വാലും ചുരുട്ടി പോരേണ്ടി വന്നത്. വിട്ടുകളയേട്ടാ. വേവോളം ശ്രമിച്ചില്ലേ, ഇനി 6ഓളം ശ്രമിച്ചാ എന്താ? നന്ദനവർമ്മ പറഞ്ഞതാ എന്റെ ശരി. അതെടുത്ത് മോന്തിയച്ചേ എഴുന്നേറ്റ് പൊയ്ക്കോളണം. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കൂടി വന്നാ 1 or 2 ദിവസം, അത് കഴിഞ്ഞാ പിന്നെ എല്ലാം നമുക്കല്ലേ. നീയും ഇവരെ പോലെ മണ്ടനായാലും ഇവന്മാര് 10-25 കൊല്ലം കോടതിയിൽ കേസ് വാദിച്ചതും അനന്തൻ ഇത്രയും കാലം കോടതിയുടെ പടി കയറാത്തതും ഒരുപോലെ. നിനക്കറിയാമോ, അവന്റെ ഉള്ളിൽ നാരായണക്കുറുപ്പിനോടും നമ്മളോടും ഒക്കെ ഒടുങ്ങാത്ത പകയാ. അതിന്റെ ഇടയിൽ ആ കാര്യസ്ഥനും അയാളുടെ മോളും കൂടി പൂങ്കണ്ണീർ ഒലിപ്പിച്ചോണ്ട് ചെന്ന അത് പിന്നെ സഹതാപമായി, പ്രേമമായി, കൊലക്കേട മൂടും തേങ്ങാക്കൊലയൊക്കെ ആവില്ലെന്ന് ആര് കണ്ടു? നമ്മൾ അവനെ തോപ്പിച്ചെന്ന് മനസ്സിലാവുമ്പോൾ അവൻ മറ്റെന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചു വയ്ക്കും. 10-40 കൊല്ലം കൊട്ടാരത്തിലെ കാര്യസ്ഥനായിരുന്ന അയാൾക്ക് താമസിക്കുന്ന ഭൂമി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞ നമ്മൾ പിന്നെ ദേ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതിനു മുമ്പ് ആ തന്തയും മോളെയും അവിടുന്ന് പുകച്ചു പുറത്തിയാടിക്കണം. എങ്ങനെ? കാണിച്ചു തരാം.
കാര്യസ്ഥനെ മകളെ ആ വർമ്മയും കൂട്ടരും കുടി ഒഴിപ്പിക്കുന്നു. മര്യാദയ്ക്ക് മോളെ വിളിച്ചോണ്ട് ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ല, തമ്പുരാൻ എനിക്ക് തന്ന മണ്ണ ഇത്. ഇവിടെ വിട്ട് ഞാനെങ്ങും പോവില്ല. നായെ, തമ്പുരാൻ നിനക്ക് തന്ന മണ്ണോ? തൊട്ടുപോകരുത്. ആടിച്ച് വീഴ്ത്തടാവനെ. അയ്യോ തമ്പുരാനായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ അവകാശവും പറഞ്ഞ് തമ്പുരാക്കന്മാരി മുറ്റത്ത് കാലുകുത്തിയ ഇനി ഭൂമി കുത്താൻ കാലുണ്ടാവില്ല. ചവിട്ടി കുടിക്കും ഞാൻ. നന്ദിയുണ്ട്.